ഹായ് ഓൾ, ഇന്ന് സൺഡേ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. ഇന്ന് സൺഡേ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആലു പൊറാട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടാറി കയറ്റിക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ രാവിലെ എണീറ്റായിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ക്ഷീണമൊക്കെ മാറിക്കയറ്റി വേഗം തന്നെ എണീറ്റ് ആലു പൊറാട്ടയ്ക്കുള്ള ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ തുടങ്ങി. ചപ്പാത്തി, പൂരി, പറാട്ട അങ്ങനെ എന്തുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചിട്ട് അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആയാലും പൂരി ആയാലും എന്തായാലും കുറച്ച് നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ വേഗം തന്നെ കുഴച്ച് വെച്ചിട്ട് അത് അവിടെ മാറ്റി വെച്ചു റെസ്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം തണുപ്പ് മാറിയ ഉരുളക്കിഴങ്ങ് നല്ലോണം തന്നെ ഉടച്ചെടുത്തു. നല്ലോണം തന്നെ കട്ടയൊക്കെ ഉടയണം, എന്നാലേ പറാട്ട ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആവുള്ളൂ. അതിനുശേഷം ഞാൻ മറ്റൊരു ചീനച്ചട്ടി അല്ലെങ്കിൽ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുകും ജീരകവും കൂടി പൊട്ടിക്കാൻ വെച്ചു. പക്ഷേ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്, അത് കാരണം കരിഞ്ഞു കൂട്ടാം. പക്ഷേ കരിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ? കണ്ടതാണെങ്കിൽ കണ്ടതായിട്ട് ഭാവിക്കണ്ട. അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടിക്കകത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുത്തി എരിഞ്ഞ് ഇട്ടു. അത് നല്ലോണമായിട്ട് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം മൂത്ത് വന്നപ്പോഴേക്ക് അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി ഇത്രയും ചേർത്തു. ഇതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മസാലയൊക്കെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞത്തേക്ക് നമുക്കകത്ത് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലോണം ഒന്നുകൂടെ ഉടച്ചു കൊടുത്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ സവാള ചേർക്കാറില്ല. കാരണം എനിക്ക് അത് കുറച്ചൊരു വെള്ളമയം പോലെ ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനപ്പോൾ സവാള ചേർക്കാറില്ല. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ആലു പൊറാട്ട ഉണ്ടാക്കാനായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊറാട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എൻ്റെ പാറുക്കുട്ടിക്കും നന്ദുക്കുട്ടിക്കും വേണ്ടിയിട്ട് അവർക്ക് എരിവ് എല്ലാത്തിനും ഭയങ്കര എരിവാണ്. ആ എരിവിൻ്റെ അടവ് പറഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കാനൊക്കെ നോക്കും. അത് കാരണം ഞാൻ വളരെ എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയത്. ഇട്ട പച്ചമുളകിനാണെങ്കിലും എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ പൊറാട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. സാധാരണ ഈ എരിവിൻ്റെ പ്രശ്നം എപ്പോഴും പറയുന്നത് നന്ദുവാണ്. പക്ഷേ ഇന്ന് പാറു ഒരു അടവും കിട്ടാത്തതുകൊണ്ട് എരിവിൻ്റെ പേരും പറഞ്ഞ് അടവും പിടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഈ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറാട്ട കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അവസാനം പറയുകയാണ് എരിവാണെന്നും പറഞ്ഞ് ഒരു പൊറാട്ടയുടെ പകുതി പോലും കഴിച്ചില്ല. അതവിടെ തന്നെ ബാക്കി വെച്ചിട്ട് കുറച്ച് യോഗട്ട് ഉണ്ടായിരുന്നു, അതും കഴിച്ചുകൊണ്ടിരുന്നു.